ഓഫീസിൽ പോകാനായിട്ട് സ്റ്റാഫൊക്കെ നല്ല ഡ്രസ്സാകും അവൾക്ക് വേണ്ടി കൊണ്ടുവന്ന് കൊടുക്കുന്നത്. ഹീറോയ്ക്കൊപ്പം കാറിൽ പോയുമെങ്കിലും കമ്പനിയിൽ എത്തുന്നതിന് മുന്നേ അവൾ പാതിയിലിറങ്ങിപ്പോയി. പക്ഷെ കമ്പനിയിലെത്തിയപ്പോൾ 1 മിനിറ്റ് ലേറ്റായതിനാൽ മറ്റ് സ്റ്റാഫുകൾ അവളെ അകത്തേക്ക് കയറ്റുന്നതില്ല. പുറത്തു നിർത്തി ചോദ്യം ചെയ്യുന്നു. ഈ പെണ്ണാണ് ഇനി അടുത്ത ഡിസൈൻ ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ. സോ ഇനി മുതൽ ലേറ്റായി വരുന്നത് അതിൻ്റെതായ പണിഷ്മെൻ്റൊക്കെ കിട്ടും. അപ്പോഴേക്കും അവിടേക്ക് ഹീറോ എത്തുന്നു. ഇവർ അവളെ നിർത്തിപ്പൊരിക്കുകയാണെന്ന് മനസ്സിലായി ആ ലേഡി ഹീറോയോട് ഇവൾ ലേറ്റ് ആയതിന് ഇവളിവിടെ ക്ലീനറായിട്ട് നിയമിക്കാൻ പറഞ്ഞപ്പോൾ ഇനി ഇവിടെ ക്ലോക്കിൻ്റെ സമയത്തിൻ്റെ ആവശ്യമില്ല. കമ്പനിയിൽ വൃത്തിയാക്കണേക്കുറിച്ച് നിങ്ങൾക്കത്ര ബോധമുണ്ടെങ്കിൽ എല്ലായിടം വൃത്തിയാക്കേണ്ടത് നിങ്ങളാണെന്ന് കേട്ടപ്പോൾ അവരെല്ലാവരും സ്ഥലം വിട്ടു. എന്നിട്ട് ഹീറോയിനോട് ഓഫീസിലേക്ക് വിളിക്കുകയാണ്. അവൾ വന്നതും അവളെ പിടിച്ച് മടിയിലിരുത്തി കമ്പനിയിലാണെങ്കിലും എവിടെയാണെങ്കിലും നീ എന്നെ അവോയ്ഡ് ചെയ്യരുത്. അവളെ കിസ് ചെയ്യാൻ വന്നപ്പോൾ കറക്റ്റ് ടൈമിലായിരിക്കും ഹീറോയുടെ ഫിയാൻസി അവിടെ എത്തുന്നത്. അവൾ വന്നതിനാൽ ഹീറോ അവളോട് പോകാനായി പറഞ്ഞു. അവൾ വന്നേപ്പാടെ ഹീറോയ്ക്ക് ദേഷ്യമാണ് വന്നത്. എൻ്റെ ഓഫീസിൽ വരുമെങ്കിലും അപ്പോയിൻമെൻ്റ് എടുത്തൂടെ? അവളും അപ്പോയിൻമെൻ്റ് എടുത്തിട്ടാണ് വന്നതെന്ന് ചോദിക്കുമ്പോൾ അവൾ ഇവിടുത്തെ സ്റ്റാഫും അതുപോലെ എൻ്റെ ഭാര്യയാണ്. ഇത്തരത്തിലുള്ള പെണ്ണിനെയാണോ നീ കെട്ടിയതെന്ന് പറഞ്ഞ് അവനെ ചോദ്യം ചെയ്തപ്പോൾ ഹീറോയുടെ ഓഫീസിൽ ഇരിക്കുന്നത് കണ്ട് അവൾക്ക് മനസ്സിലായ പ്രജ്ഞനാണെന്നത്. അവൾ മുത്തശ്ശൻ പറഞ്ഞതുപോലെ കമ്പനിയിൽ ജോയിൻ ചെയ്യാനായിട്ട് വന്നത്. തുടർന്ന് പാട്ട് വേണമെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം.